നമുക്ക് രസത്തിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ നമുക്ക് സവാള അത് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ഒരു കുടം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണ് നമുക്ക് വെളുത്തുള്ളി തോനെ ചേർക്കുന്നത്. പിന്നെ നമ്മൾ സവാള നമ്മൾ എന്താ പറയുക ഒരു ക്യൂബായിട്ട് നമ്മൾ അരിഞ്ഞിട്ടേക്കുന്നത്, ചതയ്ക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. പിന്നെ വെളുത്തുള്ളി അത് നമുക്ക് തോനെടുക്കുന്നത് അത്രയും നല്ലതാണ്. ഈ പച്ചമുളക് ഞാൻ പാത്രത്തിടാനായിട്ടാണ് നോക്കിയത്, പക്ഷേ താഴോട്ട് പോയി. പിന്നെ നമ്മൾ രണ്ട് പുളി എടുത്തിട്ടുണ്ട്, 2 നെല്ലിക്കയുടെ അത്രയുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ജാർ എടുത്തിട്ട് അതിലൂടെ നമ്മൾ സവോള എടുത്തിട്ട് വാട്ടോ. ഞാൻ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിടുന്നത്. ആരും ഒന്നും വിചാരിക്കരുത്, കാരണം എനിക്ക് അങ്ങനെ ഇടാനുള്ളൊരു വാക്ക് എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സവോളയൊക്കെ എടുത്തിട്ടു. ഇനി അടുത്ത് നമ്മൾ വെളുത്തുള്ളിയാണ് ഇടുന്നത്. അപ്പം വെളുത്തുള്ളി നമ്മൾ ഇഞ്ചി ഇടാത്തതുകൊണ്ടാണ് നമ്മൾ തോനെ വെളുത്തുള്ളി ഇടുന്നത്. അപ്പം നമുക്ക് ദഹിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, ഗ്യാസ് ഉണ്ടാകത്തില്ല. വെളുത്തുള്ളി അത്രയ്ക്കും ബോഡിക്ക് നല്ലതാണ് വെളുത്തുള്ളി. പിന്നെ നമ്മൾ കുരുമുളക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്, യൂസ് ചെയ്യും പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇടാത്തതുകൊണ്ടാണ് നമ്മൾ എരിവുള്ള പച്ചമുളക് നമ്മൾ ഒരു പിടി നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്ക് രസത്തിന് നല്ലപോലെ നമുക്ക് എരിവും പുളിയും ഒക്കെ വേണം, കാരണം എന്നാൽ മാത്രമേ നമുക്ക് രസം കൊണ്ടൊരു ഉപയോഗമുള്ളൂ. അപ്പം നമ്മൾ ഒരു പിടി പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ജീരകം ഒരു 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കൂടുതൽ വേണ്ട. പിന്നെ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ വറുത്ത് വെച്ചേക്കുന്നത് ഉലുവയാണ്. വറുത്ത് വെച്ച ഉലുവ അതൊരു ടീസ്പൂണും പിന്നെ ഒരു ശകലവും കൂടെ ഒരു ഇച്ചിരിയും കൂടെ ഇത്രയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ഉലുവ ഇത് ഇത്രയും കൂടെ നമുക്കതൊന്ന് ഒതുക്കി ചതച്ചിട്ട് വരാം. ഇതാണ് നമ്മൾ ചതച്ച് വെച്ച സംഭവം. അപ്പോൾ ഇതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഒരുപാട് വെള്ളമല്ല, ലേശം വെള്ളം എടുത്തിട്ട് ഈ 2 നെല്ലിക്കയുടെ അത്രയും വലുപ്പമുള്ള ഈ പുളി നമ്മളിട്ടിട്ട് നല്ലൊന്ന് ഞെക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് വെള്ളത്തിൽ നല്ല രീതിയിൽ മുങ്ങി കിടക്കത്തുള്ളൂ. എന്നാൽ പെട്ടെന്ന് കുതിർന്നിട്ട് നമുക്ക് പിഴിയാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി നമ്മുടെ മെയിൻ താരമായ നമ്മുടെ ചട്ടി നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ചട്ടി നമ്മൾ സ്റ്റൗ കത്തിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായിട്ട് വരണം. നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ബാറ്റർ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഭയങ്കര ഗമയിൽ ഞാൻ സ്പൂൺ കൊണ്ടിട്ട്, പിന്നെ ക്യാമറ അതോട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ജാറോട് ഞാൻ തട്ടി കൊടുത്തിട്ട് വേറെ വഴി എനിക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നമുക്ക് ലേശം ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് നമുക്കത് കിട്ടണം. എന്നാൽ മാത്രം നമുക്ക് കറക്റ്റ് ഒരു പരുവത്തിൽ നമുക്ക് അത് കിട്ടത്തുള്ളൂ. ബാക്കി കാര്യം നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു തേങ്ങ നമുക്കിൽ വറുക്കത്തില്ല, അപ്പോൾ അതിൻ്റെ ഒരു തരിതരിപ്പോലൊരു നല്ലൊരു ക്രിസ്പിനെസ് പോലെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർക്കണം. ചിലർ ചേർക്കത്തില്ല, പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചേർക്കും. ചേർത്താലും നല്ലതാണ്, ചേർത്തില്ലേലും നല്ലതാണ്. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിക്ക് നല്ല മൂപ്പുണ്ടാകൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഫസ്റ്റ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തീ നല്ല കുറച്ചിട്ട് ഈസ്റ്റേണിൻ്റെ മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു 1 ടീസ്പൂൺ ഇട്ടാൽ മതിയാകും. അത് നമ്മളിട്ടിട്ട് ഒരു 1 ടീസ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ തീ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും നല്ല യോജിപ്പിച്ച് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ എത്തുന്ന രീതി വരെ നമ്മൾ ചെയ്യണം കേട്ടോ. നല്ലപോലെ അത്യാവശ്യം മൂത്തായിട്ടൊരു പച്ചമണം മാറുന്നത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നമ്മൾ തീ കുറച്ചിട്ട് നമ്മൾ ആ ഒരു സ്പൂണൊക്കെ ഒന്ന് കൊട്ടി കൊടുത്തിട്ട് നേരത്തെ വെച്ച് നമ്മൾ പുളിവെള്ളമില്ലേ അത് പിഴിയാണ്ട് ഒരു ഇത്തിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി ലൂ പരുവത്തിലിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ തക്കാളി അരച്ച് ചേർത്തത് മറന്നുപോയി പറയാനായിട്ട്. തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, അതാണ് പെട്ടെന്ന് കയറി കട്ടിയായത്. തക്കാളി അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് ഒരിത്തിരി ഡ്രൈ ആവും. പക്ഷെ പേടിക്കണ്ട, നമ്മൾ ആദ്യം നല്ല കറക്റ്റ് പരുവാണത്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി അത് നല്ല രീതിയിൽ ആ തക്കാളിയുടെ പുളിയൊക്കെ ഇറങ്ങുന്നവരെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അരപ്പൊക്കെ നല്ല മൂക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സിങ് നമ്മുടെ ഏറ്റവും വലിയൊരു
ഇതെന്ന് പറയുന്നത്. അപ്പം ഈ തീ നല്ല കുറച്ച് കൊടുത്തിട്ട് ആ സ്പൂണിനകത്തുള്ളൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ പുളി പിരിഞ്ഞ് അതിൻ്റെ കട്ടിയായിട്ട് ഒരു വെള്ളം എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രസത്തിനൊരു പവർ കിട്ടത്തുള്ളൂ. ഒരു പഞ്ഞവും കൂട്ടാണ്ട് നമ്മൾ പുളി നല്ല പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് നമ്മൾ മൊത്തം കൊടുത്തിട്ട് ഒരു നമുക്ക് പിഴിഞ്ഞതിൻ്റെ ഒരു സംഭവമൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒഴിച്ച് മാറ്റണം. എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടുകൊണ്ട് നമ്മളതൊന്ന് എല്ലായിടത്തും യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതാണ്ട് ഇതൊരു ഒരു ഗ്രേവി ഒരു പരുവത്തിലിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ചൂടായി അതിൻ്റെ അരപ്പൊക്കെ നമ്മൾ പുളിയും അരപ്പും എല്ലാം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചില്ലേ, അപ്പോൾ അതൊന്ന് ഇതായിട്ട് വരണം. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ചാറിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സ്മാഷ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒന്നും പാഴാക്കരുത് എല്ലാം. പിന്നെ ഒരു പാത്രം വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം വെള്ളം മതിയാവും കേട്ടോ. ഈ ഒരു പാത്രം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിൽ കൂടുതൽ വെള്ളം നമുക്ക് വേണ്ടതാണ്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു ഇച്ചിരി ഒരു ശകലം കൂടെ താണ്ടി ഇത്രയും കൂടെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും കൂടാനും പാടില്ല കുറയാനും പാടില്ല, എന്നാൽ പാകത്തിന് ഇരിക്കുകയും വേണം. എന്നിട്ട് നമ്മളെല്ലാം കൂടെ യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് എല്ലാം ഒന്ന് നമ്മളതിനകത്ത് ഇട്ട എല്ലാ സാധനവും നല്ലപോലെ തിളച്ച് വെന്ത് അതിൻ്റെ എല്ലാ രുചിയും ഗുണവും എല്ലാം അതിനകത്ത് ഇറങ്ങി വരണം. അപ്പം നമ്മൾ അതിൻ്റെ തിളച്ച് വരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്താണ്ട് ഈ ഒരു പുകയൊക്കെ വന്ന് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഇരിക്കുന്നത്. ഫസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് തിളച്ച് വരുന്നത്. ഇനി നമുക്ക് വെട്ടി തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ നല്ല ഭംഗിയായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ രസം നാണ്ടത് ഇപ്പോൾ ഉണ്ട്. അത് നമ്മുടെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞത് നമ്മൾ ജസ്റ്റൊക്കെ ഒന്ന് ഇളക്കി നല്ല മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ഞാനൊരു സംഭവം ഞാൻ ഇട്ടായിരുന്നു, ബട്ട് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ കായം ഇട്ടായിരുന്നു. നമ്മൾ വേറെ എന്തും നമ്മൾ ഇട്ടില്ലെങ്കിലും അത് നമ്മളിടാൻ മറക്കരുത്. അതാണ് നമ്മുടെ മെയിൻ താരം. അപ്പോൾ കായം ഇട്ട് നല്ല തിളച്ചതിന് ശേഷം ഈ സമയത്ത് മല്ലിയില കരിവേപ്പില ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിടുക, കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ടില്ല. നമ്മുടെ സ്വാദിഷ്ടമായ സിമ്പിൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുടക്കക്കാർക്ക് ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് അറിയിക്കാം. വീട്ടിൽ ചെയ്തെന്ന് നോക്കണം, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും വീട്ടിൽ ട്രൈ ചെയ്യാണ്ടൊന്നും അഭിപ്രായം പറയരുത്, ട്രൈ ചെയ്തിട്ട് പറയുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ളൊരു ധൈര്യം കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.